നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഇവന്റെ നാവെന്താ റബ്ബറിട്ട് വെച്ചിരിക്കായിരുന്നോ? അപ്പ കണ്ടില്ലല്ലോ ഈ കാര്യം പറച്ചിലൊന്നും. ചേടാ, ശാരദ എന്താ ഈ കട തുറന്നു മലർത്തിയിട്ടിരിക്കുന്നേ? ലൈറ്റ് ഉണച്ചിട്ടില്ലല്ലോ. ഇവനിതെപ്പോ വന്നു? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വീണ്ടും ഒരു വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോന്ന് നിങ്ങളെല്ലാരും കരുതുന്ന വലിയൊരു തെറ്റ്. അത് തിരുത്തി പറയാനും ക്ഷമ ചോദിക്കാനും കൂടിയാ ഞാൻ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. തിരുത്തി പറയാനോ എന്ന് പറഞ്ഞ? അതെ, കാർത്തിക എന്ന് പറയുന്ന അല്ല, ഇതാര്? സത്യഭാമയുടെ സൽപുത്രന് എന്താ പാത്തും പതുങ്ങിയ ഒരു കള്ളനെ പോലെ ചായക്കടക്കകത്ത്? ഇനിയിപ്പോ അർദ്ധരാത്രി മോനൊരു ചായ കുടിക്കണമെന്ന് തോന്നി കുടുംബശ്രീ ഹോട്ടലിൽ തേടി വന്നതാണെങ്കിൽ ഇവളിടുന്ന ചായയേക്കാൾ മെച്ചം ശാരദ ഇടുന്നതാ. നല്ല കൈപ്പുണ്യമുള്ള ചായ കിട്ടും. ഞാൻ വിളിക്കാം ശാരദേ. അയ്യോ അത് വിഷ്ണുട്ടൻ എന്നോടൊരു കാര്യം വേണ്ടി പോരുത്. എന്ത് കാര്യം പറയാൻ? ഇരുട്ടിന്റെ മറവിൽ വന്നാണോട് ഈ കാര്യങ്ങൾ പറയുന്നത്? നാലാള് കൂടുമ്പോ ഇവന്റെ നാവന്താകും തൊണ്ടയ്ക്കകത്ത് കുടുങ്ങിപ്പോവൂ. നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഇവന്റെ നാവന്താ റബ്ബറിട്ട് വെച്ചിരിക്കായിരുന്നോ? അപ്പ കണ്ടില്ലല്ലോ ഈ കാര്യം പറച്ചിലൊന്നും. അല്ല മോനെ, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹബന്ധം വേർപെടുത്തി ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടില് ഒരു ജാരനെ പോലെ വന്നിട്ട് അവക്കൊരു ദുഷ്പേരുണ്ടാക്കി ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാൻ നിന്റെ അമ്മ പറഞ്ഞു വിട്ടതാണോ നിന്നെ? അല്ല, സത്യഭാമയുടെ അടുത്ത കളി. അച്ഛാ, ഇല്ലാത്തതൊന്നും പറയരുത് അച്ഛാ. ഇല്ലാത്ത അല്ലടി, ഉള്ളത് തന്നെ ഞാൻ ഈ പറയുന്നത്. ഇവനും എന്റെ അമ്മയ്ക്കും ഒരു മനസ്സാ. പണ്ട് പലിശയ്ക്ക് കടം കൊടുക്കുമ്പോഴേ പലിശ അടയ്ക്കാത്തവരെ അടിക്കാനും കൊല്ലാനും സത്യഭാമ പറഞ്ഞു വിട്ടത് ഇവനെ ആയിരുന്നു. ഇപ്പൊ ഈ വരവ് നിന്നെ നശിപ്പിക്കാനാ. അങ്ങനെ അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ ഇവന്റെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോ അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇവന് നിന്നോടുള്ള അടുപ്പവും പറച്ചിലും. ഇപ്പോഴേ ആരെ അറിയിക്കാതുള്ള വരവിന്റെയും കാണലിന്റെ ഉദ്ദേശം ചതിയാ മോളെ. നിന്നെപ്പെടുത്താനുള്ള അമ്മയുടെയും മോന്റെയും കളി. അതിൽ നീ വീണു പോവരുത്. വീണു പോയാ നിനക്ക് പിന്നെ നിന്റെ ജീവിതം ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ മോൾ ഒരു നാൾ താലി കെട്ടാൻ നിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് തന്നതുകൊണ്ടാ. പക്ഷേ സ്വന്തം തള്ളയുടെ വാക്കും കേട്ട് ആ താലി അങ്ങ് വലിച്ചു പൊട്ടിച്ച് കളയാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നാണ് വിഷ്ണു. നിന്റെ ആ കൈ ഞാനിങ്ങ് വെട്ടിയെടുക്കും. വിഷ്ണുട്ടാ,
വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. വിഷ്ണുട്ടാ. നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഇവന്റെ നാവെന്താ റബ്ബറിട്ട് വെച്ചിരിക്കായിരുന്നോ? അപ്പ കണ്ടില്ലല്ലോ ഈ കാര്യം പറച്ചിലൊന്നും. നിന്നെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ ഇവന്റെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോ അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇവന് നിന്നോടുള്ള അടുപ്പവും പറച്ചിലും. ക്ഷമിച്ചേക്കണ്ട, അറിഞ്ഞോണ്ട് തട്ടിയതാ. ക്ഷമിച്ചേക്ക്, ഇത് അറിഞ്ഞോണ്ട് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.